സമരം ചെയ്യാൻ എല്ലാവരും കൂടി കൂടി കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തെടുത്തതാണ്. നല്ല അടിപൊളി 7 കളറ് പൂവൻകോഴി കണ്ടില്ലേ. ഇത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടേക്കാണ് കേട്ടോ. അതുപോലെയുള്ള പുറത്ത് ഓപ്പൺ ആയിട്ടുള്ളതിലും ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ലൈനേജിനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പീസ് 100 രൂപയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 7 കളറ് ലൈനേജ് ടൈപ്പൊക്കെ വേണ്ടിയവർക്ക് അങ്ങനത്തെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓർഡർ ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ, അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ്. ലൈനേജ് നേക്കഡ് ഒക്കെ കൂടി മിക്സ് ആയിട്ട് വന്നതാണ്. ബോക്സിൽ അടയിരുന്ന് വിരിഞ്ഞാണ്. കണ്ടിട്ടേ ഫസ്റ്റ് കണ്ട ആ 7 കളർ ടൈപ്പ് കുറേ നമ്മൾ കൊടുത്തിന്. കുറേ ആൾക്കാർ ചോദിച്ചതനുസരിച്ച്. പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ നല്ല ചിലവ് വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ലെവൽ അങ്ങനെയാണ്, അതാണ് പ്രശ്നം. അമ്മക്കോഴി കണ്ടില്ലേ, അടിപൊളിയാണ്. ഇതുപോലെ പല പല ഐറ്റംസിലാണ് നമ്മളെന്നും കൊടുക്കണം കേട്ടോ. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളെ പേജിൽ ചാനലിലാണെങ്കിലും ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടണ്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അതെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുത്തതാണ്. നമ്മൾ 6-7 വർഷത്തിലേറായിട്ട് ഇവിടുന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ അമ്മക്കോഴിയും കുഞ്ഞുങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ മാത്രമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു മാസമായ കുഞ്ഞുങ്ങൾ മാത്രമേ കൊടുക്കലുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് കിടക്കണുണ്ട്, സുഖമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. കാരണം വിരിഞ്ഞ ഉടനെ എടുത്തുണ്ടെന്ന് വീഡിയോ എടുക്കാനുണ്ടേ. ലാസ്റ്റ് വിരിഞ്ഞതൊക്കെ അങ്ങനെ ഉണ്ടാവുക, ഒരു മയക്കത്തിൽ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുക ചെയ്യുക. കാരണം ചിലത് നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ സമയം കിട്ടില്ല, അപ്പോഴത്തേന് ഞാൻ കയറി പോകും. പിന്നെ ആളുകൾ ഇവിടെ വന്നെടുക്കണമൊക്കെ ആകുമ്പോൾ ഒരു സമയം കിട്ടില്ല. കാരണം മറ്റുള്ളതൊക്കെ നമ്മൾ പിന്നെ അയച്ചു കൊടുക്കണ വണ്ടീൻ്റെ ടൈം നോക്കിയാണ്ട് എടുക്കുക. അപ്പോൾ ഒന്നും ഇന്നലെയൊക്കെ ആളുകൾ ഇവിടെ വന്ന് കൊണ്ടുപോവാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ആൾക്കാർ ഇവിടെ വന്ന് കൊണ്ടുപോകും. ഒന്ന് പുള്ളിക്കോയിൻ്റെ കുഞ്ഞുങ്ങൾ, അതേമാതിരി ഒരു മാസമായ കുഞ്ഞുങ്ങളൊക്കെ മുന്നേ ചോദിച്ചാണ് അവരിന്ന് വന്ന് കൊണ്ടുപോയി. അതുപോലുള്ളതൊക്കെ ഒരു മാസമായ ഐറ്റംസാണ് ഇന്ന് തോന്നി പോയത്. നമുക്കൊരു കുഞ്ഞുങ്ങളല്ല, അത് മുന്നേ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനും വിളിക്കല്ലേ ഇത് ചോദിച്ചാണ്ട് കുറച്ച് മുന്നേ പോയതാണ്. അതുണ്ടല്ലേ, കടയിരിക്കാൻ നല്ല നാടൻ കോഴികളാണ് ഉണ്ടാവുക. കുഞ്ഞുങ്ങളായാലും അങ്ങനെ തന്നെ ഉണ്ടാവുക. കുറേ ആൾക്കാർ നമുക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരവിടെ വളർന്ന് വലുതായി മുട്ടിട്ട് അടായ കുഞ്ഞുങ്ങളും അമ്മക്കോഴിയായിട്ടുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ കുറേ ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ആർക്കും ഒരു ഡൗട്ടും വേണ്ട, അതെല്ലാം അടയിരിക്കാനേ ഇതിലുണ്ടാവുള്ളൂ കേട്ടോ. ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ആളാണ് ആ കിടക്കണത് കേട്ടോ. വളരെ അപൂർവമായിട്ട് ചില ദിവസങ്ങളിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ചിലത് 1-2 ഒക്കെ അങ്ങനെ വിരിയലുണ്ട്. കൂടുതൽ ഒരേ ടൈമിൽ തന്നെയാണ് വിരിയൽ. കാരണം നമ്മൾ ഫുള്ള് സെറ്റ് ആയതിൻ്റെ ശേഷമാണ് അട വെക്കുക. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാരും ചെയ്യണ എങ്ങനെ വെച്ചാൽ മുട്ടേണ്ട അട വെക്കും, എന്നിട്ട് കോഴി കെടുക്കും, കുറേ കെടുക്കാക്കും. ചിലപ്പോൾ 2-3 മുട്ടമ്മൽ 1-2 ദിവസമൊക്കെ കിടന്നിട്ട് പിറ്റേന്നാവും മൊത്തം ഉള്ളിലാവുന്ന ലെവലിലാവുക. കാരണം അതിൻ്റെ ഇടയിൽ നീച്ചോലും അങ്ങനെ പല പ്രശ്നമായിട്ട് എല്ലും വിര്യാദിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് അട വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.